സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റ് 5 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻഡു, സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വടക്കൻ ജില്ലകളിലാണ് പ്രധാനമായിട്ടും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകൾക്ക് റെഡ് അലേർട്ടും 5 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിലും റെഡ് അലേർട്ട് ഉൾപ്പെടെയുള്ള അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ശക്തിയെ തിരമാലയേറ്റത്തിനും വേലിയേറ്റത്തിനും സാധ്യതയുള്ളതായിട്ടാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അത്യാഹിത സംഭവങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് മാറി താമസിക്കാനും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനുമുള്ള ഒരു നിർദ്ദേശം റവന്യൂ വകുപ്പിൽ നിന്ന് നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ ലഭിക്കും. ഫോർകാസ്റ്റ് പ്രകാരം 3 മണിക്കൂറിനുള്ളിൽ മേൽപ്പറഞ്ഞ 5 റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും 5 യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും അതിതീവ്ര മഴയും കാറ്റും ലഭിക്കുമെന്നാണ് നമുക്ക് മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാം. ഇതുവരെ വലിയ രീതിയിലുള്ള അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മൺസൂൺ ശക്തി പ്രാപിക്കുകയാണ്. ജൂലൈ അവസാനത്തോടു കൂടി മൺസൂണിൻ്റെ ശക്തി കുറയുമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും മുന്നറിയിപ്പുകളിലൂടെ ലഭ്യമാകുന്നുണ്ട്. ദേവിക.